ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഗ്രേസ് വാലി റിസോർട്ടിലേക്കാണ്. അപ്പോൾ ആ റിസോർട്ടിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ ഞങ്ങളിങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് അവിടെ പോയി ഒരു ദിവസം താമസിക്കണമെന്ന്. അപ്പോൾ അതിനായിട്ടുള്ള യാത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ. അപ്പം നമുക്ക് ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ടൊന്ന് കാണാം. അതൊക്കെ ടാറ്റ. അപ്പം ഞങ്ങളുടെ ചിന്നനുണ്ടല്ലോ, അണ്ണാങ്കുഞ്ഞ്, അവനെ കൂടി കൊണ്ടുവന്നു. അവനെ വീട്ടിൽ ഒറ്റക്കിടാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളങ്ങനെ ഗ്രേസ് വില്ലയിലെത്തി. അപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ സ്റ്റാഫൊക്കെ വെളിയിലുണ്ടായിരുന്നു. ഞങ്ങൾ 2 വണ്ടിയിലായിട്ട് ഞങ്ങൾ 3 ഫാമിലിയാണ്. അപ്പോൾ അവിടെ വേറെ 2 ഫാമിലി, എറണാകുളത്ത് നിന്ന് 2 ഫാമിലി, ഡോക്ടേഴ്സിൻ്റെ 2 ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ 10 മണി കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയത്. അപ്പം ചെക്കൗട്ട് ടൈം 11-12 മണിക്കോ ആണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങാനായിരുന്നു ഇരുന്നത്. അപ്പോൾ അവർ ഇറങ്ങാനായിട്ട് പോകുന്നു. അത് ചെക്കൗട്ട് ചെയ്ത് പോകാനായിട്ട് പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ചെക്ക് ഇൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ആരെങ്കിലുമൊക്കെ വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ പോകാം, അതുവരെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി അരച്ച് കറങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് പരുന്തുംപാറയ്ക്ക് പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും അവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും വളരെ മനോഹരമായ ഒരു സ്ഥലം കണ്ട സന്തോഷത്തിലാണ്. ഇത് ഈ ചമ്പകം എന്ന് പറയാൻ 40 വർഷം കൂടുമ്പോഴേ പൂക്കത്തുള്ളൂ. ചില അപ്പൻ്റെ മടിയിൽ കയറിയേരി, അപ്പൻ്റെ മടിയിൽ കയറിയേരി മോനെ. ആദ്യമായിട്ട് താമര കണ്ണനുറങ്ങേണം. പാട്ട് പാടും മോനെ, പാട്ട് പാടേ, പാട്ട് പാടാ. താമര കണ്ണൻ ഉറങ്ങണം. കാണിച്ചേ, ഇത് കണ്ടോ, പ്ലാസ്റ്റിക് ആന്നേ പറയത്തുള്ളൂ. ഇതിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. നമ്മളെ റിസോർട്ടിൽ നിൽക്കുന്നതാണേ. ഇതിൻ്റെ തൈക്ക് ഭയങ്കര വിലയാണ്. ഇത് പിടിച്ചു കിട്ടാനും വലിയ പ്രയാസമാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ താമസമൊക്കെ? നല്ല സ്ഥലമല്ലേ? ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ അതോ 2 ദിവസം ഉണ്ടായിരുന്നല്ലേ? ഓണത്തിന് ലഞ്ചിന് മാത്രം പാഞ്ചാലി പരുത്തുംപാറ പോയോ? ആയിരുന്നല്ലേ? ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരായോണ്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടല്ലേ? രാത്രിയൊക്കെ നല്ല ക്ലൈമറ്റും. ഓ, ഒരു 6-5 മണിയൊക്കെ ആകുമ്പോഴത്തേനെ കോട ഇങ്ങ് എത്തത്തില്ലേ? ഇതല്ല നമ്മൾ എൻജോയ് ചെയ്യേണ്ടതല്ലേ? നേരത്തെ നേരത്തെ അത് പക്ഷേ കണ്ണൊന്നും വിരിയാതെ ചത്തുപോയില്ലേ? അത് തീരെ കുഞ്ഞാണ്. ഇതിനെ വീട്ടിൽ വളർത്താനാണോ അതോ ഇത് വാങ്ങിച്ചാണോ? അവിടെ 2 സ്പേസ് ആയിട്ട് വാങ്ങിക്കാം. ഇവിടെ ഞങ്ങൾ ഗ്രേസ് വില്ലയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഫ്രഷായി. അപ്പം വീണ്ടും കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവരാരും അമ്മച്ചി കൊട്ടാരത്തിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പം അമ്മച്ചി കൊട്ടാരത്തിലേക്കൊന്ന് പോയി അവരെ അതൊക്കെ ഒന്ന് കാണിച്ച് തിരിച്ചു വരാമെന്ന് ചെയ്ത് ഞങ്ങൾ അവിടുത്തെ പോവാം. അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടും വേറെ കുറേ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ സ്ഥിതി വളരെ മോശമായ ദയനീയമായ സ്ഥിതിയിലാണ്. ഒരുപാട് ഭാഗങ്ങളൊക്കെ താഴ്ന്ന് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു.
ഒത്തിരി പേരൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ അകത്തോട്ട് കൂടുതൽ വണ്ടികളൊന്നും കയറിയിട്ടില്ലായിരുന്നു, എല്ലാം വെളിയിലായിരുന്നു. ആൾക്കാരൊക്കെ നടന്ന് അങ്ങോട്ട് കയറി മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഞങ്ങളതിനടുത്ത് വരെ വണ്ടിയെ ചെന്നു. ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. ഇത് താഴത്തെ കിച്ചണിലേക്ക് അവിടുത്തെ ഗുഹ കാണിക്കാൻ വേണ്ടി അവർ ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ഗുഹയുടെ ഭാഗമൊക്കെ അടച്ചിരിക്കുക. ഇപ്പോൾ അങ്ങോട്ട് ആർക്കും കാണാൻ പോകാനൊന്നും പറ്റത്തില്ല. കിച്ചനും നമ്മുടെ വണ്ടിപ്പെരിയാറിലൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് വിടുന്നൊരു ഗുഹയുണ്ട്. ആ ഗുഹയെല്ലാം ഇപ്പോൾ അടച്ചിരിക്കുക. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് കയറി അമ്മച്ചി കൊട്ടാരമൊക്കെ കണ്ട് ഇനിയിപ്പോൾ അവിടുന്ന് ഞങ്ങൾ പരുന്തുംപാറയിലേക്ക് പോവാം. പറഞ്ഞോ എന്തെങ്കിലും സംസാരിക്കുന്നേ. അമ്മച്ചി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴെല്ലാവർക്കും നല്ല വിശപ്പായി. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും പരുന്തുംപാറയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവരാരും പരുന്തുംപാറയൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം കൂടി ഞങ്ങളൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.